ജിമ്മ് കേന്ദ്രീകരിച്ച് മിർസാപൂരിൽ ഇപ്പോൾ ഒരു സംഘം ആളുകൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങോട്ടേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്? എത്രത്തോളം സ്ത്രീകളെയാണ് ഇപ്പൊ ഇതിന് പിന്നാലെ ഇവര് മതപരിവർത്തനം നടത്തിയതായും ഭീഷണിപ്പെടുത്തിയതായും ഒക്കെ അറിയാൻ സാധിച്ചത്? എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്? മിർസാപൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചോ ആറോ പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാന പ്രതി എന്നുള്ളത് വ്യക്തിയെ ഡൽഹി എയർപോർട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്നുള്ളത് ഇമ്രാൻ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ പല പേരുണ്ട്. ഷെയ്ഖ് അലി ഹസൻ, ഷെയ്ഖ് അലി ആലം, അങ്ങനെയൊക്കെ പറഞ്ഞ പല പേരിലുള്ള വ്യക്തികളുണ്ട്. ഇദ്ദേഹത്തിനെതിരെ 3 ചാർജ് ഷീറ്റ് പോലീസിന്റെ മുമ്പേ ഉണ്ട്. ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളും നടത്തിയിരുന്ന ജിം KG1, KG2 അങ്ങനെയുള്ള പേരിലുള്ള ജിമ്മുകളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. ഇതൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെ പേരിലായിരുന്നു ഇതെല്ലാം നടത്തിയിരുന്നത്. ഇത് ഏറ്റവും നമ്മളെ രസകരമായിട്ടുള്ള വസ്തുത, നമ്മൾ ഞെട്ടിപ്പോകുന്ന വസ്തുത എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് സേനയിലെ ഒരു കോൺസ്റ്റബിൾ തന്നെ ഇവർക്ക് സഹായവുമായിട്ടും സകല തരത്തിലുള്ള സഹായം നൽകാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിച്ചു പോകുന്നത്. മാത്രമല്ല, ഇവർക്കിപ്പോ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, പുറത്തുനിന്നുള്ള രാജ്യങ്ങളിലെല്ലാം ഫണ്ടിങ് വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും അവര് നയിച്ചിരുന്നത് ആഡംബരപൂർണമായിട്ടുള്ള ജീവിതമാണ്. ഈ 4 കൂട്ടരും നയിച്ചിരുന്ന ആഡംബരപൂർണമായിട്ടുള്ള ജീവിതമാണ്. പിടിക്കപ്പെടുന്ന വേളയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ 25,000-ൽ കൂടുതൽ എമൗണ്ട് കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിനായിട്ട് ഉള്ള ഫണ്ടിങ് ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പൊ ഒരുപക്ഷെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഗവൺമെന്റ് ആണല്ലോ UP ഭരിക്കുന്നത്. എന്നിട്ട് പോലും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ നെറ്റ്വർക്ക് എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ. ഇതിനു മുമ്പ് തന്നെ ഇൻഡോറിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് നടന്നിരുന്നു. അതിനും ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നോയിഡയിലെ ജിമ്മ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതുപോലെ നടന്നിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതും ഈ സെയിം ഇൻസിഡന്റ് തന്നെ പൂനെയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും പൂനെയിലെ ജിമ്മ് കേന്ദ്രീകരിച്ചുകൊണ്ടും നടന്നിരുന്നു. ഒടുവിൽ ഇതിന് വിധേയമാക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലും എല്ലാ കേസുകളിലും നമുക്ക് മനസ്സിലാകുന്നത് നഗ്ന ഫോട്ടോകൾ പകർത്തുക, അതോടൊപ്പം തന്നെ അത് കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിക്കുക, അതിനെ ഭീഷണിപ്പെടുത്തുക, മതം മാറാൻ വേണ്ടി പ്രലോഭിപ്പിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇത് നമ്മൾ കേരളവുമായി കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ കേരളത്തിലും വലിയ തോതിൽ ജിമ്മുകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നില്ലേ? ജിം മാത്രമല്ല, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടും ഇപ്പോ ഈ ഒരു സംഘടനയുടെ പേരിൽ, ഞാൻ ആ സംഘടനയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അത് പിന്നീട് ഒരു അൺപാർലമെന്ററി ആയിരുന്നോ അല്ലെങ്കിൽ വല്ല കേസോ കൂട്ടമോ എല്ലാം വന്നേക്കാം. നമ്മൾ ഇതിനെ വിമർശിക്കുമ്പോഴാണല്ലോ പ്രശ്നമാകുന്നത്. എന്തായാലും ഈ ഒരു സംഭവം എന്താ വെച്ചാല്, ഒരു സംഘടന രാവിലെ പിന്നെ ഒരു സമൂഹത്തിനിടയിൽ ഒരു വ്യായാമത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുന്നു. ഈ ഒരു സംഘടനയുടെ കീഴിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ്. അതൊരു പ്രത്യേക ഏരിയകളിൽ മാത്രമാണ് അവരത് അത് നടപ്പാക്കിയിരുന്നത്. ചില ന്യൂനപക്ഷങ്ങള് കുറച്ചധികമുള്ള ഏരിയകളിലാണ് അവര് നടപ്പാക്കിയിരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മളെ കമ്പിളിപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് ലേഡി ട്രെയിനേഴ്സ് ആണ്. എന്നിട്ട് അതിനെ തന്നെ നമ്മളെ തന്നെ വീണ്ടും കമ്പിളിപ്പിക്കാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ മതപണ്ഡിതരെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരസ്പരം ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും പാടില്ല എന്ന് മനഃപൂർവ്വം പറയിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ നേതൃത്വത്തിൽ നമുക്കൊരു തെറ്റിദ്ധാരണ പരത്തും. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. അപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത വ്യക്തികളെല്ലാം തന്നെ ഇതിൽ വീണ്ടും അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തും. എനിക്ക് പേഴ്സണലി അറിയുന്ന, എനിക്ക് വളരെ അടുപ്പമുള്ള ചിലര് ഇങ്ങനെ ഒരു സംഘടനയില് ഫസ്റ്റ് ഇവര് വ്യായാമം എന്ന രീതിയിലാണല്ലോ എന്തെങ്കിലും പ്രവർത്തനം അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇവർ ആദ്യം ഈ ഒരു രാവിലെ പ്രഭാതത്തിൽ നേരത്തെ ഇവരൊരു വ്യായാമം എന്നുള്ള രീതിക്ക് ഇവര് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പയ്യെ ഇവർ ഈ സംഘടന അതിന്റെ നേതൃത്വത്തില് പല പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. സേവനം അല്ലെങ്കിൽ വൃത്തിയാക്കൽ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക പ്രവർത്തനം, അതെ സാംസ്കാരിക പ്രവർത്തനം നടപ്പിലാക്കുന്നു. പിന്നീട് അതിനുശേഷം ചില ഗ്ലോറിഫൈങ് ആയിട്ടുള്ള അവരുടെ നിലപാടുകള്, പിന്നെ ചർച്ചകള്, അതായത് നമ്മളെ സംവാദങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും, പിന്നെ അതായത് ഇവരുടെ ചില കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. പലരും അതിൽ ആകർഷരാകും. ഈ പുരോഗമനത്തില് മതേതരത്വത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവര് പെട്ടെന്ന് ഇതിൽ ആകൃഷ്ടരാകും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.
നമ്മുടെ കേരളത്തില് എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ ലവ് ജിഹാദ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളില്ല, മതപരിവർത്തനം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വളരെ സൈഡിലൂടെ ഇതെല്ലാം നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള അതിലേക്ക് അന്വേഷണങ്ങളൊന്നും പോകുന്നില്ലല്ലോ, വ്യക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങളൊന്നും തന്നെ ഇല്ല. പോകുന്നില്ല. അത് കേരളത്തിൽ മാത്രം അങ്ങ് നടപ്പിലാവില്ല, മീൻസ് അന്വേഷണങ്ങൾ നടക്കില്ല. അന്വേഷണങ്ങൾ അത് കേരളത്തിന്റെ പ്രത്യേകത. നടത്തില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ട്. അതെ, കപട മതേതരത്വ മുഖം അതിന് അനുവദിക്കില്ല. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാകില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു കരുത്ത് ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ആ സംഘടനയെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ സംഘടനയുടെ ആരോഗ്യ പ്രവർത്തനങ്ങളോ മുമ്പ് അവർ ചെയ്തിരുന്ന പോലുള്ള പ്രവർത്തനങ്ങളോ അവർ ഇന്ന് നടപ്പാക്കുന്നുണ്ടോ? അതായത് എന്റെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു ക്ലോസ് റിലേഷനിലുള്ള ഒരാൾ ഇവിടെ പോയതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ടേണിങ് അവർ കണ്ടതുകൊണ്ട് ഇവര് ഇപ്പൊ അതിന് അല്ല, ഒരു പ്രവർത്തനം അവർ നടത്തുന്നില്ലല്ലോ. എന്റെ അറിവിൽ ഒരു വ്യായാമ പ്രവർത്തനം അവരിപ്പോ നടത്തുന്നില്ല. മോർണിംഗിൽ ഇപ്പൊ ഒരു വ്യായാമ പ്രവർത്തനം അവർ നടത്തുന്നില്ല. എന്റെ ഞാൻ ഈ പറഞ്ഞ ഭാഗത്തുള്ളത് അതിപ്പോഴും സജീവമാണ്, ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വ്യായാമ മുറകൾ ഇപ്പൊ നടക്കുന്നുണ്ടോ, ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ? അതിനെ പറ്റി എനിക്ക് വലിയ ധാരണ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ അവര് വ്യായാമ മുറകളും ഈ പറയുന്ന മറ്റു എക്സസൈസുകളെല്ലാമായിട്ട് രംഗത്ത് വരും. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും തങ്ങളുടെ അജണ്ട പകുതിയിലേറെ നടപ്പായി എന്ന് മനസ്സിലാവുമ്പോൾ അവർ അതിൽ നിന്ന് പതുക്കെ ഡൈവേർട്ട് ചെയ്യും. പിന്നെ അതാണ് ഈ സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. അതാണ് ഇതിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരുമാണ് ഇട്ടിരുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതിനെതിരെ ആദ്യം വിമർശനവുമായിട്ട് രംഗത്ത് വന്നതാണ്. പിന്നീട് അവർക്ക് തന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ജിമ്മുകളും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ സ്ത്രീകളും വലിയ രീതിയിൽ ജിമ്മിലേക്ക് ആകർഷകരാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് ഉത്തർപ്രദേശിലെയും നോയിഡയിലെയും ഇൻഡോറിലെയും സംഭവവികാസങ്ങൾ ഈ കേരളത്തിൽ നടപ്പാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ പലരും ഭയം മൂലം പറയാത്തതായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയും തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭയത്തിനുപരി ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് കപട മതേതരത്വ മുഖം. അപ്പൊ ആ കപട മതേതര മുഖത്തിന്റെ ഭാഗമായിട്ട് അവരിതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അത് അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, അവർക്ക് മതം മാറ്റണമെങ്കിൽ മതം മാറ്റട്ടെ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ എന്നുള്ളൊരു എന്തോ ഒരു പ്രത്യേക തരത്തിൽ. പക്ഷെ ഇങ്ങനെ പറയുന്നവരെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേറുള്ളവരുടെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ പറയുന്നത്. പക്ഷെ സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള ഇത് നീക്കുപോക്കും ഇല്ല. അവർ ഇതിനെതിരെ രംഗത്ത് വരും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ തന്നെ ഈ എന്താ പറയാ, നമ്മുടെ പുറമേയുള്ള സംസ്ഥാനങ്ങളെ വിമർശിക്കുകയും ചെയ്യും. അതായത് ഇതിനെതിരെ തിരിയുന്ന സംസ്ഥാനങ്ങളെ വിമർശിക്കുകയും ചെയ്യും. അതിനെതിരെയുള്ള സംസ്ഥാനങ്ങളെ വിമർശിക്കുകയും ചെയ്യും. പക്ഷെ തങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടർ യാതൊരു നീക്കുപോക്കും ഇല്ല, ഒരു മതേതരത്വം കൊടുക്കുക അപ്പൊ വേണ്ട. അപ്പൊ അങ്ങനെ ഒരു കപട മുഖം ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ഉത്തർപ്രദേശിലും ഇൻഡോറിലും പൂനെയിലും നടന്നിട്ടുള്ള ഇൻസിഡന്റുകളുടെ സമാനമായിട്ടുള്ള ഒരു ഇൻസിഡന്റുകൾ ഇവിടെ നടക്കും എന്നുള്ളത് തീർച്ചയാണ്. മാത്രല്ല, അത് ഈ യു പിയിലൊക്കെ ഇത്രത്തോളം ഉണ്ടെങ്കിൽ കേരളത്തിൽ അതിന്റെ എണ്ണം എത്രത്തോളം ഇരട്ടിയായിരിക്കും. തീർച്ചയായും കേരളത്തിൽ ഇരട്ടി കണക്കിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ജിമ്മുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ മുക്കിലും മൂലയിലും വർദ്ധിക്കുന്നത് ജിമ്മുകളാണ്. അത് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പുരുഷന്മാരല്ല, ഒരിക്കലും സ്ത്രീകളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ അജണ്ട ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ അപ്പുറമായിരിക്കാൻ യാതൊരു സംശയവും അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ NIA ദുർബലമാണ്, ഒരു പരിധിവരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അജണ്ട നടപ്പാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് നടപ്പാക്കാൻ കഴിയുന്നു. പണ്ട് ഇത് ഇങ്ങനെ ഒരു അജണ്ട അവർ നടപ്പാക്കിയിരുന്നത് ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോ അതിനെക്കുറിച്ച് പലരും ബോധവാന്മാരായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത് പ്രേമം നടിച്ചുകൊണ്ടും കല്യാണം കഴിക്കാമെന്നുള്ള ഒരു ലേബലിലായിരുന്നു നടപ്പാക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതില്ല, കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ വർഷം അതിപ്പോഴും ഉണ്ട്. കുട്ടികൾക്കിടയിൽ പോലും ഈ ഒരു സാധനം ഭീഷണിപ്പെടുത്തി അവരെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കുന്ന സംഭവങ്ങളാണ്. അതുണ്ട്. എന്നാലും ആ ഒരു പണ്ടത്തെ തോതിൽ നിന്നുകൊണ്ട് വലിയ തോതിൽ വെച്ച് ഒരുപാട് പേര് ഇപ്പൊ ബോധവാന്മാരായതുകൊണ്ട് അത്രയും ഒരു കടന്നുകയറ്റം ഇപ്പൊ നടക്കുന്നില്ല, പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ പുതിയ മാർഗം അവർ തേടിയിട്ടുണ്ട്. ആ ഒരു മാർഗമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ജിമ്മുകളുടെ പശ്ചാത്തലത്തിൽ അവർ നടത്തി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതെ, എനിക്കിത് കണ്ടിട്ട് ആകെ ഒരു കാര്യമേ പറയാൻ തോന്നുന്നുള്ളൂ. ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവരുടെ ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട്, ഇത് കണ്ടിട്ട് നമുക്ക് അതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അത് എങ്ങനെയാണ് അവരത് നടപ്പാക്കുന്നത് എന്നുള്ളതല്ല. ഒരു നാൾ അവരത് പിടിക്കപ്പെടും. ഇപ്പൊ UP ആയിരുന്നത് കൊണ്ട് പിടിക്കപ്പെട്ടു. ഇപ്പോ ഈ ഒരു കേസ് അന്വേഷിച്ചപ്പോഴാണ് മറ്റു പൂനെയിലും നോയിഡയിലും നടന്ന ഇൻസിഡന്റുകളെ കുറിച്ച് ആളുകൾക്ക്
ബോധവാന്മാരായി മാറിയത്. എന്തായാലും തങ്ങളുടെ കുട്ടികളെയും വീട്ടിലുള്ള സ്ത്രീകളെയും ഇത് സംരക്ഷിച്ചാൽ അല്ല, ഇത് അവരെ മാത്രം ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലേക്ക് ആകർഷിതരാകുന്ന മറ്റു സമൂഹത്തിൽപ്പെട്ട ഈ സ്ത്രീകളും ഇതുപോലെ തന്നെ കുറ്റക്കാർ തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ഒരുപോലെ തന്നെ കുറ്റക്കാർ തന്നെയാണ്. അപ്പോൾ ഇവർ ഈ ടൈപ്പ് സ്ത്രീകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുകൊണ്ട് പഠിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ അവര് കൊണ്ടുകൊണ്ടും അവരുടെ പ്രലോഭനങ്ങൾക്ക് വഴി അവർ ഈ പറയുന്ന പോലെ അവരെ ഭീഷണിക്ക് വഴങ്ങിയും എല്ലാം പഠിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്.